ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ജൂൺ 19 വായനാ ദിനമാണല്ലേ. ഈ ദിനത്തോടനുബന്ധിച്ചിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, വായനാ ദിനമായി നാം ആചരിക്കുന്നത് എന്നാണ്? എല്ലാവർക്കും അറിയാവുന്ന ചോദ്യമാണല്ലേ. ജൂൺ 19 നമ്മൾ വായനാ ദിനമായിട്ട് ആചരിക്കുന്നത്. ആരുടെ ചരമദിനമാണ് നാം വായനാ ദിനമായി ആചരിക്കുന്നത്? ഇതെല്ലാവർക്കും അറിയാം അല്ലേ. നമ്മൾ PN പണിക്കരുടെ ചരമദിനമാണ് നമ്മൾ വായനാ ദിനമായിട്ട് ആചരിക്കുന്നത്. മൂന്നാമത്തെ ചോദ്യം, PN പണിക്കർ ജനിച്ചത് എവിടെയാണ്? നീലംപേരൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചിട്ടുള്ളത്. ആലപ്പുഴ ജില്ലയിലാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, നാലാമത്തത്, ജൂൺ 19 വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഏത് വർഷം മുതലാണ്? 1996 മുതലാണ് നമ്മൾ ജൂൺ 19 വായനാ ദിനമായിട്ട് ആചരിക്കാൻ തുടങ്ങിയത് കേട്ടോ. PN പണിക്കരുടെ ചിത്രം ആലേഖനം ചെയ്ത സ്റ്റാമ്പ് പുറത്തിറക്കിയത് ഏത് വർഷം? PN പണിക്കരുടെ ചിത്രം ആലേഖനം ചെയ്ത സ്റ്റാമ്പ് പുറത്തിറക്കിയത് 2004 ജൂൺ 19 കേട്ടോ. എഴുത്തച്ഛൻ സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലേ. തിരൂര് തുഞ്ചൻ പറമ്പ് അഥവാ മലപ്പുറം ജില്ലയിലാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, കുറത്തി എന്ന കവിതയുടെ രചയിതാവ് ആരാണ്? കുറത്തി എന്ന കവിതയുടെ രചയിതാവ് ആരാണ്? കടമ്മനിട്ട. അടുത്ത ക്വസ്റ്റ്യൻ, PN പണിക്കർ അന്തരിച്ചത് എന്നാണ്? PN പണിക്കർ അന്തരിച്ചത് എന്നാണ്? 1995 ജൂൺ 19. സാഹിത്യരംഗത്ത് കേരള സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും വലിയ അവാർഡ് ഏതാണ്? സാഹിത്യരംഗത്ത് കേരള സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും വലിയ അവാർഡ് എന്ന് പറയുന്നത് എഴുത്തച്ഛൻ അവാർഡാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, 10ാമത്തേതാണ്. 2023 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ്? 2023 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് SK വസന്തൻ. അടുത്ത ക്വസ്റ്റ്യൻ, 2023 ഓടക്കുഴൽ അവാർഡ് ലഭിച്ച സാഹിത്യകാരൻ ആരാണ്? ഉത്തരം PN കോബി കൃഷ്ണൻ. അടുത്ത ക്വസ്റ്റ്യൻ, ലളിതാംബിക അന്തർജനം രചിച്ച ഏക നോവൽ ഏതാണ്? അഗ്നിസാക്ഷി 1976 കേട്ടോ. കാച്ചിക്കുറുക്കിയ കവിതകളുടെ കവി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഓർമ്മകളുടെ അറകൾ ആരുടെ ആത്മകഥയാണ്? ഓർമ്മകളുടെ അറകൾ ആരുടെ ആത്മകഥയാണ്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? JC ഡാനിയേൽ. കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ആര്? ഉത്തരം PN പണിക്കർ. അടുത്ത ക്വസ്റ്റ്യൻ, എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞ മഹത് വ്യക്തി ആരാണ്? എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞ മഹത് വ്യക്തി ആരാണ്? ഉത്തരം മഹാത്മാഗാന്ധി. ഇന്ത്യ എൻ്റെ രാജ്യം, എൻ്റെ സ്വന്തം രാജ്യം എന്ന് തുടങ്ങുന്ന കവിത രചിച്ചതാര്? ഉത്തരം ചെമ്മനം ചാക്കോ. 19ാമത്തെ ക്വസ്റ്റ്യൻ, അക്ഷരനഗരം എന്നറിയപ്പെടുന്ന കേരളത്തിലെ പട്ടണം ഏത്? അക്ഷരനഗരം എന്നറിയപ്പെടുന്ന കേരളത്തിലെ പട്ടണമാണ് കോട്ടയം. കോവിലൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആരാണ്? കോവിലൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരനാണ് VV അയ്യപ്പൻ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 2024 അന്താരാഷ്ട്ര ബുക്കർ പ്രൈസ് നേടിയതാരാണ്? 2024 അന്താരാഷ്ട്ര ബുക്കർ പ്രൈസ് നേടിയതാരാണ്?
ജെന്നി എർപ്പൻ ബെക്നാണ്. കെയറോസ് എന്ന കൃതിക്കാണ് കിട്ടിയിട്ടുള്ളത്. മൈക്കൽ ഓഫ്മാനാണ് വിവർത്തനം ചെയ്തത് കേട്ടോ. തീർച്ചയായും കൂട്ടുകാർക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.